പത്തനംതിട്ട അടൂർ ഇല്ലത്തുകാവ് ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിൽ അടക്കം തകർത്ത നിലയിലാണ് ഉള്ളത്. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുന്നു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവ് ആരാണ് എന്ന കാര്യം പോലീസിന് വ്യക്തമാകുന്നുണ്ടോ? ലക്ഷ്മി, ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരാൾ മാത്രമാണ് ഈ മോഷണത്തിൽ ഉൾപ്പെട്ടത് എന്നാണ് പോലീസിന് വ്യക്തമാകുന്നത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ആളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 മാസത്തിനിടയിൽ നടക്കുന്ന രണ്ടാമത്തെ മോഷണമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അത് KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രദേശത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ തിരക്കുള്ള സ്ഥലമാണ്, ആൾത്തിരക്കുള്ള എപ്പോഴും ആളുകളുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ രണ്ടാമത്തെ തവണ, ഇത് 6 മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയും ഈ മോഷണം നടക്കുന്നത്. ആദ്യ മോഷണം നടന്ന സമയത്ത് തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരും ഈ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കണമെന്നും പോലീസ് കൃത്യമായി ക്ഷേത്ര പരിസരത്തുൾപ്പെടെ കൃത്യമായി നിരീക്ഷണം ഉണ്ടാകണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പോലീസ് അത്തരത്തിലുള്ള പെട്രോളിംഗ് ഉണ്ടാകും, അത്തരത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കും എന്ന് തന്നെ ആ സംഭവത്തിന് ശേഷം പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും സമാനമായ രീതിയിൽ തന്നെ ഓഫീസ് മുറികൾ ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഇത്തവണ മോഷണം നടത്തിയിരിക്കുന്നത്. കാണിക്ക വഞ്ചിയിലെ പണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ 6 മാസത്തിനിടയിൽ നടക്കുന്ന രണ്ടാമത്തെ മോഷണം. ക്ഷേത്ര ഭാരവാഹികൾ എല്ലാവരും തന്നെ വലിയ പ്രതിഷേധം ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്. പെട്രോളിംഗ് കൃത്യമായി നടക്കാത്തത് മൂലമാണ് ഈ രണ്ടാമതും ഇത്തരത്തിലൊരു മോഷണം ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഫോറൻസിക് വിദഗ്ധരെ അടക്കം എത്തി കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഒരാളാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും കാണിക്ക വഞ്ചിയിൽ ഉണ്ടായിരുന്ന പണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷ്മി. ശ്രീരാജ് ബാബു, പത്തനംതിട്ടയിൽ നിന്ന്.